CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടുനൽകാതെ മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. മൃതദേഹം ഏറ്റെടുക്കുവാനുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തീരുമാനം ചോദ്യം ചെയ്ത് ആശാ ലോറൻസ് നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. ജസ്റ്റിസ് VG അരുൺ വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. മുതിർന്ന CPM നേതാവും LDF മുൻ കൺവീനറുമായ MM ലോറൻസ് ഈ മാസം 21-നാണ് അന്തരിച്ചത്. മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുനൽകുവാൻ മക്കളായ ML സജീവൻ, സുജാത എന്നിവർ തീരുമാനിച്ചു. ലോറൻസിന്റെ ആഗ്രഹപ്രകാരമാണിതെന്നാണ് മക്കൾ അറിയിച്ചത്. ഇതിനെ മറ്റൊരു മകളായ ആശ എതിർത്തു. 23-ന് മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മക്കൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിന് പിന്നാലെ 3 മക്കളുടെയും വാദം കേട്ടതിനു ശേഷം തീരുമാനമെടുക്കാൻ എറണാകുളം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കോടതി നിർദ്ദേശം നൽകി. ഹിയറിംഗ് നടത്തിയ ശേഷം മൃതദേഹം ഏറ്റെടുക്കുവാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിച്ചു. മൃതദേഹം പഠനത്തിന് വിട്ടുനൽകുമെന്ന് മരിക്കുന്നതിനു മുൻപ് പിതാവ് തന്നോട് പറഞ്ഞിരുന്നുവെന്നും 2 ഉറ്റ ബന്ധുക്കൾ ഇതിന് സാക്ഷികളാണെന്നുമുള്ള സജീവന്റെ വാദം കണക്കിലെടുത്തായിരുന്നു വിധി. എന്നാൽ മുൻപ് മൃതദേഹം വിട്ടുനൽകുന്നതിൽ അനുകൂല തീരുമാനം പറഞ്ഞിരുന്ന സുജാത ഹിയറിംഗിന്റെ സമയത്ത് മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കുന്നതിനും താൻ എതിരല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട ഇളയ മകൾ ആശ അഭിഭാഷകനൊപ്പമാണ് ഹിയറിംഗിനെത്തിയത്. ഈ തീരുമാനത്തിൽ നിന്ന് ലോറൻസ് പിന്മാറിയതായി രേഖകളൊന്നുമില്ലെന്ന് സമിതി വിലയിരുത്തി. മെഡിക്കൽ കോളേജിന്റെ തീരുമാനം റദ്ദാക്കണമെന്നും ഹിയറിംഗിനിടെ കേരള അനാട്ടമി നിയമത്തിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി നിർദ്ദേശിച്ച ഹിയറിംഗ് പ്രിൻസിപ്പൽ അട്ടിമറിച്ചെന്നും താൻ ഉന്നയിച്ച ലീഗൽ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ലെന്നും ആരോപണമുയർന്നിട്ടുണ്ട്.